എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സ്മൂതി ഉണ്ടാക്കാം. ഞാൻ സ്ട്രോബെറിയും സോയാ മിൽക്കും കൂടി ചേർത്തിട്ട് ഒരു സ്മൂതിയാണ് ഉണ്ടാക്കുന്നത്. സോയാ മിൽക്ക് കിട്ടിയില്ല എങ്കിൽ പാൽ ഉപയോഗിച്ചാൽ മതി. അപ്പം നല്ലൊരു സ്മൂതിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഞാനതുകൊണ്ട് കുപ്പിയിൽ വാങ്ങിക്കുന്ന സ്ട്രോബെറി ക്രഷാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഫ്രൂട്ട്സും കൂടിയുള്ള സ്ട്രോബെറി ക്രഷാണ്. അപ്പം ഇനി വേണ്ടത് പഴമാണ്. ഞാനിവിടെ മോറിസ് പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ആൽമണ്ട്സും പിസ്തായും ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഐസ് ക്യൂബ്സും ഒരു ഗ്ലാസ് സോയാ മിൽക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴവും സ്ട്രോബെറിയും കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ട്രോബെറിയൊക്കെ കിട്ടുന്ന സീസണാണ്. സ്ട്രോബെറി കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. മുഴുവനും ഒഴിച്ചാൽ അരയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എത്രയാണോ ആവശ്യം അത്ര എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സോയാ മിൽക്കും കൂടി ചേർത്തിട്ട് നമുക്കിത് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും പിസ്തായും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. പ്രോട്ടീൻ റിച്ച് ആണിത്, സോയാ മിൽക്കൊക്കെ ഉള്ളത് കാരണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിത്ത് ബെല്ലൈക്കൺ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂടുകാലത്ത് ഇതുപോലെ നല്ല നമുക്ക് തണുത്ത ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ബട്ടർ മിൽക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് റാനാസ് കിച്ചൺ. ബൈ ബൈ.